മഹാരാഷ്ട്രയിലെ കോട്ടയിൽ ട്രക്കിങ്ങിനിടെ താഴ്ചയിലേക്ക് വീണ യുവാവ് മരിച്ച സംഭവം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. പൂനെ സ്വദേശിയായ ബിസിനസ്സുകാരൻ കേതൻ വിശാൽ അഗർവാൾ ജൂൺ 18-നാണ് കോട്ടയിലെ മലയിടുക്കിലേക്ക് വീണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. പ്രമുഖ ബിൽഡർ വിശാൽ അഗർവാളിന്റെ മകനാണ് കേതൻ. കേതനും സിയയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നടന്നത്. വരുന്ന നവംബർ 25-ന് ഇവരുടെ വിവാഹം നടക്കാനിരിക്കുകയായിരുന്നു. ജയ്പൂരിൽ കൊട്ടാരവും അതിഥികൾക്കായി 2 ചാർട്ടർ വിമാനങ്ങളും വരെ വിവാഹത്തിനായി ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. സിയയുടെ ജന്മദിനം ആഘോഷിക്കാനായി മഹാബലേശ്വരിലേക്ക് യാത്ര പോകാനും കേതൻ പദ്ധതിയിട്ടിരുന്നു. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് കേതനും സിയ ഗോയലും തമ്മിലുള്ള വിവാഹം ഇരു കുടുംബങ്ങളും ചേർന്ന് ഉറപ്പിച്ചത്. വരാനിരിക്കുന്ന നവംബർ മാസത്തിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ച് അതീവ ആഡംബരത്തോടെ നടത്താനിരുന്ന വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ ഇരു വീട്ടുകാരും വലിയ രീതിയിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ജയ്പൂരിലുള്ള പ്രശസ്തമായ ഒരു കൊട്ടാരം 17 കോടി രൂപ ചെലവഴിച്ചാണ് വിവാഹത്തിനായി ബുക്ക് ചെയ്തിരുന്നത്. കൂടാതെ അതിഥികളെ എത്തിക്കുന്നതിനായി 2 സ്വകാര്യ വിമാനങ്ങൾ വരെ ഈ കുടുംബം ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ ഈ ആഡംബര ജീവിതവും വിവാഹവും ഒന്നും കേതന്റെ പ്രതിശ്രുത വധുവായ സിയ ഗോയലിന് താല്പര്യമുള്ളതായിരുന്നില്ല. സിയയ്ക്ക് ചേതൻ ചൗധരി എന്ന മറ്റൊരു യുവാവുമായി തീവ്രമായ പ്രണയബന്ധം ഉണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ്. വീട്ടുകാർ നിർബന്ധിച്ച് ഉറപ്പിച്ച കേതനുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറാൻ സിയ പല വഴികളും നോക്കിയിരുന്നു. വിവാഹത്തിന് ശേഷമുള്ള യാത്രയ്ക്കായി ബാലിയിലേക്ക് വലിയ തുകയുടെ ടൂർ പാക്കേജ് കേതൻ ബുക്ക് ചെയ്തിരുന്നുവെങ്കിലും തന്റെ പാസ്പോർട്ട് കാണാനില്ലെന്ന് കള്ളം പറഞ്ഞ സിയ ആ യാത്ര ക്യാൻസൽ ചെയ്യിപ്പിച്ചു. പിന്നീട് പോലീസിനോട് സിയ തന്നെ സമ്മതിച്ചത് കേതനൊപ്പം പോകാൻ താല്പര്യമില്ലാത്തതിനാൽ പാസ്പോർട്ട് വാഷ്റൂമിൽ വെച്ച് കീറിക്കളയുകയായിരുന്നു എന്നാണ്. വിവാഹത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് കേതനെ ഇല്ലാതാക്കാനുള്ള ആസൂത്രണം സിയയും കാമുകൻ ചേതനും ചേർന്ന് തുടങ്ങുന്നത്. കഴിഞ്ഞ മെയ് 21-ന് ഇരുവരും ലോഹഗഡ് കോട്ട് സന്ദർശിച്ചപ്പോഴാണ് കേതനെ ഇവിടെ എത്തിച്ച് കൊലപ്പെടുത്താം എന്ന ആശയം സിയയ്ക്ക് ലഭിക്കുന്നത്. തുടർന്ന് ജൂൺ 14-ന് വീണ്ടും ഇതേ സ്ഥലത്ത് കേതനെയും കൂട്ടി സിയ എത്തിയെങ്കിലും അന്ന് കൊലപാതക ശ്രമം പരാജയപ്പെട്ടു. ഈ പരാജയത്തിന് ശേഷമാണ് ജൂൺ 18-ന് സിയയുടെ ജന്മദിനാഘോഷവും പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടും എന്ന നാടകവുമായി സുഹൃത്തുക്കളെയും കൂട്ടി ഇവർ വീണ്ടും ലോഹഗഡ് കോട്ടയിലെത്തിയത്. കോട്ടയുടെ മുകളിൽ വെച്ച് സംസാരിക്കുന്നതിനിടയിൽ സിയ തന്റെ പ്രണയത്തെക്കുറിച്ചും ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന കാര്യവും കേതനോട് തുറന്നു പറഞ്ഞു. എന്നാൽ 2 കുടുംബങ്ങളും ചേർന്ന് ഉറപ്പിച്ച ഈ വലിയ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ കേതൻ തയ്യാറായില്ല. വിവാഹവുമായി മുന്നോട്ടു പോകാൻ കേതൻ സിയയെ നിർബന്ധിച്ചതാണ് കൊലപാതകം വേഗത്തിലാക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. തുടർന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതിനിടയിൽ ഇവിടെ ഒളിച്ചിരുന്ന കാമുകൻ ചേതൻ സിയയുടെ സഹായത്തോടെ 350 അടിയിലധികം താഴ്ചയുള്ള ആഴമേറിയ കൊക്കയിലേക്ക് തള്ളിയിടുകയായിരുന്നു. ശക്തമായ കാറ്റിൽ ഫോട്ടോയും സെൽഫിയും എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കേതൻ കാൽവഴുതി താഴേക്ക് വീണതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു സിയയും കാമുകനും ശ്രമിച്ചത്. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർ 3 മണിക്കൂർ നീണ്ട കഠിനമായ തെരച്ചിലിനൊടുവിലാണ് കൊക്കയിൽ നിന്നും കേതന്റെ മൃതദേഹം പുറത്തെടുത്തത്.